കണ്ണൂരിലേക്കാണ്. അവിടെ ആനച്ചാലിൽ സ്കൈ ഡൈനിങ്ങിനിടെ വിനോദസഞ്ചാരികൾ കുടുങ്ങിയ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. സ്കൈ ഡൈനിങ് കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരായ സാജൻ ജോസഫ്, പ്രവീൺ എന്നിവർക്കെതിരെയാണ് കേസ്. 150ഓളം അടി ഉയരത്തിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടന്ന പൊതുജന സുരക്ഷയ്ക്ക് വീഴ്ച വരുത്തിയെന്ന് എഫ്ഐആറിൽ പറയുന്നു. ഇരുവരെയും അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് പറയുന്നു. ആദ്യഘട്ട അന്വേഷണത്തിന് ശേഷം കൂടുതൽ പേരെ കൂടി കേസിൽ പ്രതി ചേർത്തേക്കും. മുഹമ്മദ് ആഷിഖുണ്ട് വിവരങ്ങൾ നൽകാനായി. ആഷിഖ്, മംഗലാപുരത്തെത്തിയ വിനോദസഞ്ചാരികളാണ്. സ്കൈ ഡൈനിങ് വളരെ മനോഹരമായ ഒരു അനുഭവമാണ് ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായത് എല്ലാവരുടെയും ഒരു ചങ്കിടിപ്പേറ്റിയ അനുഭവമായിരുന്നു. സ്വാഭാവികമായും വലിയ സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും ആ നിലയിൽ തന്നെയാണ് ജിൽസി കാര്യങ്ങളുടെ കിടപ്പ്. എന്ന് വെച്ചാൽ വ്യക്തമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആഷിഖിലേക്ക് വരാം. എന്തായാലും ഈ സ്കൈ ഡൈനിങ്ങിന്റെ നടത്തിപ്പുകാരെ ഇപ്പോൾ 2 പേരാണ് നടത്തിപ്പുകാരെന്ന് പറയുന്നു. അപ്പോൾ അവരെ എന്തായാലും ആഷിഖിലേക്ക് വരാം. ഇപ്പോൾ നടത്തിപ്പുകാരായ സാജൻ ജോസഫ്, പ്രവീൺ എന്നിവർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഏതാണ്ട് 150ഓളം അടിയോളം ഉയരത്തിലായിരുന്നു ഈ സ്കൈ ഡൈനിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് യന്ത്രത്തകരാറാണ് അവരെ തിരിച്ചിറക്കാൻ കഴിയാതായതിന് കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ്. ധാരാളം വിദേശികൾ, വിനോദസഞ്ചാരികളൊക്കെ എത്തുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയുണ്ടാകുമ്പോൾ അത് വിനോദസഞ്ചാര മേഖലയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇത്രയും ആളുകളുടെ ജീവൻ അപകടത്തിലാക്കി തുടങ്ങിയ കാര്യങ്ങൾ കൂടി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ആഷിഖ് തുടരുന്നുണ്ട്. ആഷിഖ്, പറഞ്ഞോളൂ. ജിൽസി, ഇതിന്റെ നടത്തിപ്പുകാരായിട്ടുള്ള സോജൻ ജോസഫ് എന്ന ചിത്രപുരം സ്വദേശിക്കെതിരെയും കൂടാതെ മലയിഞ്ചി സ്വദേശിയായിട്ടുള്ള പ്രവീൺ എന്ന ആൾക്കുമെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിലവിൽ എഫ്ഐആറിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ 1-ാം പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള കൈവശത്തിലുമുള്ള ഈ സ്ഥാപനത്തിൽ ഏതാണ്ട് 150ഓളം അടി ഉയരത്തിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടന്നത് പൊതുജന സുരക്ഷയ്ക്ക് വിഘാതമുണ്ടാക്കി എന്ന് കാണിച്ചുകൊണ്ടാണ് കേസെടുത്തിട്ടിരിക്കുന്നത്. വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കാതെയാണ് സ്കൈ ഡൈനിങ്ങിനുള്ള ഈ യന്ത്രം പ്രവർത്തിപ്പിച്ചത്. അത് വ്യക്തമായി അന്വേഷിച്ചവർക്കെതിരെ കൂടുതൽ നടപടികൾ സ്വീകരിക്കും എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. ആദ്യഘട്ട അന്വേഷണത്തിന് ശേഷം ഇതിന്റെ നടത്തിപ്പുകാരുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി കേസിൽ പ്രതി ചേർക്കും എന്നും പോലീസ് പറയുന്നുണ്ട്. അതേസമയം ഈ മംഗലാപുരം സ്വദേശികളായ കുടുംബം അവർ മൂന്നാർ സന്ദർശനത്തിന് വേണ്ടി എത്തിച്ചേരുന്നു. അവർ മടങ്ങിപ്പോകാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ വലിയ തരത്തിലുള്ള ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു അനുഭവം അവർക്ക് മുകളിലും ഉണ്ടായിട്ടില്ല എന്നുള്ള അവരുടെ പ്രതികരണം ഇന്നലെ തന്നെയും വന്നിരുന്നു. അവർ ഏതായാലും യാത്ര പൂർത്തിയാക്കി മടങ്ങാനുള്ള ഒരുക്കങ്ങളിലാണ്. പക്ഷെ വലിയ ആശങ്കയാണ് ഇതുമായി ബന്ധപ്പെട്ട് ജിൽസി സൂചിപ്പിച്ചതുപോലെ മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഈ സ്കൈ ഡൈനിങ് വലിയ ആകർഷണം വിനോദസഞ്ചാരികൾക്കിടയിൽ സൃഷ്ടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ഇന്നലെ ഉണ്ടായ ആ അപകട സാഹചര്യം അതായത് വിനോദസഞ്ചാരികൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് DTPCയും അന്വേഷണം നടത്തുന്നുണ്ട്. ജില്ലാ കളക്ടർ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ DTPCയും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് തന്നെ ജില്ലാ കളക്ടർക്ക് DTPC നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറും ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ നടപടികൾ എടുക്കേണ്ടതുണ്ടെങ്കിൽ നടപടികൾ എടുക്കും എന്നും ജില്ലാ കളക്ടർ ഈ ഘട്ടത്തിൽ അറിയിക്കുന്നു. ഏതായാലും ഈ സംഭവത്തെ തുടർന്ന് ഈ സ്കൈ ഡൈനിങ് സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരായ 2 പേർക്കെതിരെ പോലീസ് ഈ ഘട്ടത്തിൽ കേസെടുത്തിട്ടുണ്ട്. ജിൽസി.